ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് ഇതാ 2 മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ മുട്ട പുഴുങ്ങിയതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, അത് മോനിക്ക് വേണ്ടിയിട്ട് പുഴുങ്ങിയതാണ്. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും അനിയത്തി കൂടി ഉണ്ടാവാറുണ്ടല്ലോ ഡ്യൂട്ടിക്ക്, പക്ഷേ ഇന്ന് ഓളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് തീർക്കുന്നതാണ്. എന്താ വെച്ചാൽ ഓളെ ഹസ്ബൻഡ് പോക്കായി, അപ്പോൾ പിന്നെ 2 ദിവസം അവൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പണിയിൽ നിന്നൊക്കെ. അങ്ങനെ ഞാൻ മാത്രം ഇതാ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് ചിക്കൻ റോളിനുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുക ചെയ്തതിന്. ദോശയും ഞാൻ തന്നെ ഉണ്ടാക്കണം, അതിൻ്റെ മസാലയും ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ദോശയൊക്കെ ചുട്ട് ഒരു ഭാഗത്താക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കാറുണ്ട് ചിക്കൻ റോളിനുള്ള ദോശ ഉണ്ടാക്കും അതിൽ മുട്ട കൂട്ടൂലേന്ന്, മുട്ട കൂട്ടിയിട്ടുണ്ടെങ്കിൽ ദോശയൊക്കെ പൊട്ടിപ്പോവില്ലെന്ന്. ഞാൻ ഇതുവരെ അതുപോലെ തന്നെയാണ് ചെയ്തത്, പക്ഷേങ്കിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് പിന്നെ മുട്ടയൊന്നും കൂട്ടാറില്ല. പിന്നെ ഇതാ ഞാൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഇതാ ഒരു 3 കിലോ ബീഫ് എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വരട്ടി അവിടെ വെക്കാമെന്ന് വിചാരിച്ച്, ആവശ്യക്കാർ എടുത്ത് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഉദയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗത ഒരു 3 കിലോന് ബീഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നല്ലോണം ചെറുതാക്കിയിട്ടില്ല, ഒരു പാകത്തിന് വലിപ്പത്തിൽ തന്നെ അത് മുറിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുളകിൻ്റെ പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ റോളിനുള്ള മസാല റെഡിയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വോയിസിന് സൗണ്ട് കുറവെന്ന് കുറേ കമൻറ്റ് വരലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോൻ്റെ അടിയിലും വരാറുണ്ട്. ഇതിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് സെറ്റാക്കാം. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു ചമ്മൽ അപ്പുറത്തേക്കൊക്കെ കേൾക്കുന്നില്ല ഒരു ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൗണ്ട് കുറച്ച് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ തൊലിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. സ്കൂളിൻ്റെ സമയമല്ലേ, രാവിലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് പോവുകയും ചെയ്ത്. പിന്നെ അതിന് ശേഷം ഇതാ ഇളനീർ മോസാക്കാൻ വേണ്ടിയിട്ട് 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാമ്പൊക്കെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ വെള്ളം കൊണ്ട് ചൈന ഗ്രാസും കൂടിയിട്ട് മെൽറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ ആ അരച്ച ഇളനീറില്ലേ അതിലേക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മെൽറ്റാകാൻ വെച്ച ചൈന ഗ്രാസിലെ അതൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്, അതും അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ഇളനീറൊക്കെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഇളനീറിൻ്റെ ചൈന ഗ്രാസിൻ്റെ ഇതില്ലേ അത് നല്ല പോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കത്തി വെച്ച് ഒക്കെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ഫുൾ അതിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൂട്ടിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിക്കണ്ണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ ഇളനീർ മോസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാൻ നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇത് അനിയത്തിൻ്റെ ഹസ്ബൻഡൊക്കെ പോകലല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനല്ലേ, പോകാൻ ടൈമിന് എന്തുണ്ടാക്കി കൊടുക്കണം എന്നറിയില്ലല്ലോ, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ ഇതാ അതൊക്കെ അവിടെ സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പടപടാ അരിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ടൈമിങ് ഇങ്ങനെ പോകുകയെന്ന് എൻ്റെ പരം സഹായിക്കാൻ ആരുമില്ല ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഒറ്റയ്ക്ക് പടവെട്ടി വന്നവെന്നറിയില്ലേ, അത് തന്നെ. പിന്നെ ഇതാ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പൊക്കെ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഇതായത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോളിനില്ലേ.
അതൊന്ന് സെറ്റായിട്ട് ഇളക്കി റെഡി ആയിട്ട് വന്നപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ അടുപ്പിലേക്ക് തന്നെ ഞാൻ ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഉരുളിയിലൊക്കെ ബീഫ് ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഞാൻ മസാലയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉരുളിയിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കസൂരി മേത്തി, കുരുമുളക് പൊടി, പിന്നെ ബീഫ് മസാല, പിന്നെ ഞാൻ ചതച്ചെടുത്ത കുരുമുളക്, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, ഇതൊക്കെ ഞാൻ മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിന്. അതൊക്കെ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് കൂടി അതിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ വറ്റി വരണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ വന്നിട്ട് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വേഗം അങ്ങനെ 50 പീസ് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചുണ്ടാക്കിയപ്പോൾ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവരെ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു 50 കായടിയും 50 ചിക്കൻ റോളും വേഗം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം അതൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കായയുടെ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഇതാ വേഗം അത് പാക്കാക്കിയിട്ട് അതിന് സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ബീഫ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറി ഇനി ഇത് ഇറക്കി വെച്ചാൽ ഒന്നുകൂടി ഒന്ന് സെറ്റായിട്ട് വരും. പിന്നെ ഇതാ ഞാൻ നാസ്ത കഴിക്കുന്നുണ്ട്. 12 മണിയായിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ നാസ്ത കഴിച്ചത്. അതിൽ കുറച്ച് ബീഫും എടുത്ത് പിന്നെ പത്തിലാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് നാസ്ത കഴിച്ച്. പിന്നെ അപ്പോൾ ഇതുപോലെ ബീഫ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിന് ബീഫൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയെന്ന്. മോള് രാവിലെ സ്കൂളിൽ പോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഞാൻ കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ട് അവളെ അയക്കുക ചെയ്തിന്. പിന്നെ അതുകൊണ്ട് ഇതാ ഞാൻ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്ത് അത് വെച്ചിട്ട് ഞാൻ ബാക്കി ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് ഇതാ നെയ്ച്ചോറും റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേഗം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചോറൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. എന്നാലും അവൾക്ക് കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ അതൊക്കെ പാത്രത്തിലാക്കി. ബീഫ് ഇതാ നല്ല പോലെ വരണ്ട് വന്നില്ലേ, നേരത്തേനേക്കാട് ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല ബീഫ് വരട്ടിയതും നെയ്ച്ചോറും ഒക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഇതാ ഒരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട്. അവൾക്ക് പിന്നെ അതിൻ്റെ കൂടെ സലാഡോ എന്തെങ്കിലുമൊക്കെ വേണം. അതൊന്നും ആക്കാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് അതൊന്നും ആക്കിയിട്ടില്ല. ഞാൻ വേഗം അച്ചാറിൽ ഒതുക്കി ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം അവൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് പോയി മോനെയും കൂട്ടിയിട്ട് ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാനിതാ പോകുന്നു. എൻ്റെ അടുത്ത നാട്ടിൽ തന്നെയാണ് വിദ്യാലയം. എന്നാലും ഞാൻ പോകുമ്പോഴൊക്കെ കാണുന്ന സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ കളിച്ച് വളർന്ന സ്ഥലമാണ്. ആ കാണുന്ന കടയിൽ അന്ന് ഞാൻ പഠിക്കുന്ന ടൈമിലുണ്ടായ കടക്കാരൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അയാൾ അന്ന് കണ്ട പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷേങ്കിൽ ഞാനൊക്കെ വളർന്ന് വലുതായി വന്ന് അങ്ങനെ ഇതാ ഞാൻ സ്കൂളിലേക്ക് എത്തിയിട്ട് മോൾക്ക് ടിഫിനൊക്കെ കൊടുത്തതിന് ശേഷം വേഗം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുമ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഫുൾ അലങ്കോലാന്ന്. ഞാൻ പണിയൊക്കെ എടുത്തതിന് ശേഷമുള്ള ഇതാണ്. പിന്നെ എല്ലാം ഞാൻ പാക്കാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ. എന്നിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ആക്കിയാലേ അടുത്ത പണിയെടുക്കാൻ വേണ്ടിയിട്ടൊരു റാഹത്തുണ്ടാകും, മനസ്സിനൊരു സുഖം ഉണ്ടാകും. അങ്ങനെ ഫുള്ളൊന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം അടുത്ത പരിപാടി ചക്ക വെക്കലാണ്. പിന്നെ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് താത്തൊക്കെ വന്നിട്ടുണ്ട്. ഓള് ചക്കയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്, വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അനിയത്തി എവിടെയോ പോയിട്ടുണ്ടായിനി, ഓളും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചക്കയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊട്ടൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ചക്ക കുക്കറിലിട്ട് 2 കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. എല്ലാവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ചക്കയൊക്കെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അസറ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉച്ചക്ക് തിന്നാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വിളിച്ചത്. പക്ഷേങ്കിൽ എൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഉച്ചക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ചക്കയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം അസറ് ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ അസറ് നിസ്കാരത്തിന് ശേഷം ചായക്ക് കൂടെ ആണ് എല്ലാവരും ഇത് കൂട്ടിയത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ടേബിൾ ഇലയൊക്കെ ഞാൻ സെറ്റാക്കി പിരിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊക്കെ ഞാൻ വിളമ്പി വെച്ച് ഇങ്ങനെ ആളെ നോക്കിയിട്ടൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് വിളമ്പി വെച്ച് കാണാൻ നല്ല രസമില്ലേ. പിന്നെ ഓരോരുത്തരെയും വിളിച്ചിട്ട് എല്ലാവരും വന്ന് ഇരുന്ന് റാഹത്തായിട്ട് ചക്കയും കൊട്ടും വെച്ചത് തിന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് തിന്നുന്നതും ഒരുമിച്ച് ഇതാക്കുന്നതും കാണുമ്പം തന്നെ ഒരു രസമാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.